ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം? ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പം പ്ലാൻ ചെയ്തു, നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വെയിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ മുൻഭാഗം റോഡ് സൈഡ് നന്നാക്കി വൃത്തിയാക്കണം എന്നുള്ളത്. കാരണം ഇത് വയനാടാണല്ലോ, കാട് പിടിച്ച് നടക്കുകയാണ് ഇവിടെ. പുലി, കടുവ, കരടിയൊക്കെ കയറി കൂടിയാൽ അങ്ങനെ ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല അടിപൊളി വെയിൽ. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, കൈക്കോട്ട് ഇങ്ങെടുത്ത് മൊത്തം അങ്ങ് ചെത്തിക്കോരാന്ന് വിചാരിച്ചു. റോഡ് സൈഡ് അതുകൊണ്ട് ചെത്തിക്കോരുമ്പോൾ ആൾക്കാരും അറിയുന്നുണ്ട് ഇതെന്താ പണിക്കാരെ വിളിച്ചുകൂടെ എന്നുള്ളത്. നമ്മളെന്തിനാണ് നമ്മൾ ആരോഗ്യം പണിക്കാർക്ക് കൊടുക്കുന്നത്? നമുക്ക് എടുക്കുന്ന പണിയല്ലേ ഇതുള്ളൂ, അത്രയല്ലേ ഇതുള്ളൂ. ദിവസേന കുറച്ച് കുറച്ചെടുത്ത് നമുക്ക് ആരോഗ്യമല്ലേ. അങ്ങനെ ഞാൻ എടുത്തതാ ഫുള്ളാക്കി അങ്ങ് ചെത്തി വൃത്തിയാക്കി. എത്രയാ പുല്ല് കിട്ടിയത്. ചെടികളൊക്കെ ഒന്ന് പുറത്ത് കാണാനായി. ഇതാ എൻ്റെ സാൽവിയ, ഇഞ്ചി നട്ടതുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒക്കെ ഒന്ന് വെട്ടി നോക്കുമ്പോൾ വൃത്തിയായി. അന്നത് ഞാൻ തളർന്നും ചെയ്തിട്ടുണ്ട് വൃത്തിയായി നോക്കുമ്പോൾ. വലിയ അധ്വാനമൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ പണിയെടുക്കുന്നതാ. കുപ്പി ഒക്കെ വലിച്ചെറിയുന്ന കുപ്പിയിൽ ഞാൻ എൻ്റെ ബട്ടർഫ്ലൈ അങ്ങ് നട്ടു. അവിടെ നിന്ന് ഇനി പുറത്ത് അതൊന്നും വെക്കുന്നില്ല. പിന്നെ ഞാൻ ചാക്കെടുത്ത് കൊണ്ടുവന്നിട്ട് ഈ കിട്ടിയ പുല്ലെല്ലാം കൂത്തി അങ്ങ് നിറച്ച് ചാക്കിൽ. കാരണം നല്ലൊരു വളം ഇത് നമുക്ക് എന്തെങ്കിലും നടാം. ഞാൻ വിചാരിച്ച് ഇഞ്ചി ഇനി പുറത്തൊന്നും വേണ്ട, ഞാൻ കളിച്ചെടുത്ത്. എന്നിട്ട് അപ്പോഴേക്കതാ ഗ്യാസും വണ്ടി വന്നു. ഗ്യാസൊക്കെ നിറച്ചു. അതിന് ശേഷം ഞാൻ വേഗം ആ ഇഞ്ചി നട്ടു കൊടുത്തു. ആ ചാക്കിൽ നിറയെ വളമാണല്ലോ അതിൽ. പിന്നെ ഞാൻ കത്തി കൊണ്ടുവന്ന് എൻ്റെ പൂക്കളെല്ലാം അങ്ങ് വെട്ടി കാടൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് ഒതുക്കിയതാ. ആരും എന്നെ ശപിക്കരുതേ, ഞാൻ പൂർവാധിക ശക്തിയിൽ ഇനിയും ഉണ്ടാക്കും പൂക്കൾ, നിങ്ങളെ കാണിക്കും ഞാൻ ഇൻഷാ അല്ലാ. പിന്നെ ഗ്യാസൊക്കെ നിറച്ചതിന് ശേഷം അതങ്ങനെ ചെണ്ടുമല്ലി, ഓണാണല്ലോ വരാൻ പോകുന്നത്. അപ്പം ചെണ്ടുമല്ലി വേണമല്ലോ, മക്കൾ പൂക്കളുണ്ടാക്കണമല്ലോ എല്ലാവർക്കും. അങ്ങനെ ചെണ്ടുമല്ലിയൊക്കെ നട്ട്, ചെണ്ടുമല്ലി വാടിയതൊന്നും ആരും വേദനിക്കേണ്ട, കാരണം അത് വൈകുന്നേരം ആകുമ്പോഴേക്ക് തെളിഞ്ഞു നിൽക്കും. ചെണ്ടുമല്ലി ഇപ്പം സമയത്ത് നട്ടാൽ മതി. മക്കൾക്ക് നമുക്ക് ഓണാകുമ്പോൾ എന്തെല്ലാം മത്സരം ഉണ്ടാവും, പൂക്കള മത്സരം, നേരവും പൂക്കൾ വേണമല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ വെട്ടിയ പൂക്കൾ നിങ്ങളൊന്ന് കാണിച്ചതാട്ടോ. എന്നെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങളെ ഞാൻ കാണിക്കൂ ആ സ്ഥലത്ത് തന്നെ അടിപൊളി പൂക്കളായിട്ട്. എന്തോരം നല്ല സാൽവിയ ഞാൻ വെട്ടിക്കളി. എനിക്ക് തന്നെ വേദന ഉണ്ട്. എന്നാൽ ഞാൻ വെള്ളത്തിൽ കുത്തി വെച്ച് ഇനി മുളക്കും, അത് എല്ലാവർക്കും കൊടുക്കും. അപ്പോഴേക്ക് ഞാൻ തളർന്ന് ഞാൻ അടുക്കളയ്ക്ക് കയറി വിശന്ന് പോയി. വേഗം ചപ്പാത്തി കുഴച്ച് ചപ്പാത്തി അങ്ങ് ചുട്ട്. നിങ്ങളൊക്കെ എന്താണ് രാവിലെ ഉണ്ടാക്കിയത്? ഞാൻ ചപ്പാത്തി, അല്ല അടിപൊളി ചപ്പാത്തി, പാലൊഴിച്ച ചായ എല്ലാം കുടിച്ചു. അങ്ങനെ ഓക്കെ, അടിപൊളി. ഇഷ്ടമായി ഉണ്ടെങ്കിൽ സപ്പോർട്ട്